വണക്കം, നമസ്കാരം, സസ്രീകൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റ്. ഏതൊരു ഇന്ത്യൻ പ്രസിഡന്റിനും ഉള്ള ഒരു കാര്യം കോമൺ ആയിട്ട് പറയണം. അത് ഈ ലാസ്റ്റ് ടൈം ഇസ്രായേലിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒരു 8 മാസം മുമ്പ്, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, ഹമാസ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെയൊക്കെ കണ്ട് പുള്ളി ഫ്ലൈ ചെയ്യാണ്. ഫ്ലൈ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഈജിപ്റ്റ് ഉണ്ട്, അപ്പുറത്ത് ലെബനൻ ഉണ്ട്, എന്താ പറയാ, ഗ്യാസ് മുനമ്പാണ്, ഇതെല്ലാം ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോ അതിനകത്ത് എസ്കോർട്ട് കൊടുക്കാൻ കാത്തിരുന്ന കുറച്ച് പേരുണ്ട്. കാത്തിരുന്നല്ല, സപ്പോർട്ടീവായിട്ട് നിന്ന ഈ പറഞ്ഞ ലെബനൻസിന്റെയും ഗാസയുടെയും ഈജിപ്തിന്റെ ഒക്കെ F-16 വിമാനങ്ങള് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബോയിങ്ങിന് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് പുറകെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരുത്തിനെടുത്തിട്ട് ഇന്ത്യനെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ പൂശി നശിപ്പിച്ചു കളയുന്നുള്ളത് അവർക്ക് 100% ഉറപ്പാണ്. ഇത് സെയിം തിങ് ഹാപ്പൻ ഇൻ അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇങ്ങനെ ഒരു യാത്രയെ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം 3 രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സപ്പോർട്ട് നൽകുന്ന, അല്ലെങ്കിൽ ഫ്ലൈ ചെയ്തപ്പോ സെക്യൂരിറ്റി, അവരുടെ അതിർത്തി, വിമാന അതിർത്തി കഴിയണവർ അവരുടെ സെക്യൂരിറ്റി നൽകിയിരുന്നു. 3 രാജ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരുന്നു. ഇസ്രായേലിലേക്കാണ് പോയത്. ഇന്ത്യ ഇപ്പൊ അറിയാം, ചെറിയ ചായ്വ് ഇസ്രായേലിലോണാണ് ഉള്ളത്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വാട്ട് ഈസ് ദ മോട്ടിവേഷൻ ഇസ് ദാറ്റ്, ഇത്രേ ഉള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ പവറാണ്. ഇന്ത്യൻ ആർമിയുടെ പവർ ആ സമയത്ത് അവർ കാണിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു ഇതിനകത്തേക്ക് ചെറിയൊരു മിസൈൽ പോയിട്ടൊരു ഒരു ചെറിയ ഗ്രനേഡിന്റെ ഒരു തുള്ളിയാലും അങ്ങനെ വിട്ട് കഴിഞ്ഞാലുണ്ടല്ല, പിന്നെ ഇസ്രായേലും ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് US കഴിഞ്ഞാൽ, റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയാണ് മൂന്നാമതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല സത്യത്തില്. പറയുകയാണെങ്കിൽ ഞാനൊരു കളമശ്ശേരിക്കാരനാണ്. കളമശ്ശേരി തന്നെ ഉണ്ട് NAD, നേവൽ ആർമി ഡിപ്പോ. മിക്കവർക്കും അറിയില്ല, അതിനകത്ത് മൊത്തം ഈ പറഞ്ഞ മിസൈലുകളും ഭണ്ഡാരമൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ഇത് യുദ്ധരഹസ്യമായതുകൊണ്ട് പറയാനും പറ്റുമെന്ന് അറിയില്ല. വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, HMD വാച്ചസ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ, കളമശ്ശേരിയിലുള്ളത്. HMDയിൽ ഉണ്ടാക്കണ എന്താണെന്ന് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കണം. ലേറ്റ് മെഷീൻ ഉണ്ടാക്കിയിട്ട് വിൽക്കുക എന്നാണ് അവർ എല്ലാവരും വിചാരിക്കുന്നത്. അതൊരു ഹിഡൻ പ്ലേസുമാണ്. നല്ല മലയാളികളുടെ അറിവിലേക്ക് വേണ്ടി മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഉൾപ്പെടുത്തില്ല. അവിടെ ഉണ്ടാകണം മിസൈലിന്റെ കവറും മറ്റു കാര്യങ്ങളൊക്കെയാണ്, അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് കുറ്റകരമായ വീഡിയോ ആണെങ്കിൽ ദയവേത് റിപ്പോർട്ട് അടിച്ചോളൂ, അത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞെന്നുള്ളൂ. സോ പ്രൈം മിനിസ്റ്ററുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട്. ഒരാള് മോദി എന്നൊരു വേർഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അത്രേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് ഹിഡൻ കാര്യമാണ്. ആരും എക്സ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കമന്റ് ഇടാനോ ശ്രമിക്കരുത്. ലവ് യു ഓൾ. ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു താല്പര്യമാണല്ലോ. മലയാളികൾക്ക് മാത്രം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഐ എം സൈനിങ് ഓഫ്, യുവർ മോട്ടീവ് ഫൈൻഡർ.